അമ്മേ ദേവി. മോൾക്കിനി ഒരു കുഴപ്പമില്ലാട്ടോ. ഇനി ശിവപ്രിയ മോൾക്ക് മൂകാംബിക അമ്മ നേരിട്ട് കണ്ടു തൊഴാം. വേണം വിദ്യാമ്മേ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് രാവിലെ പോയി നിർമ്മാല്യം തൊഴുതാലോ? പിന്നെന്താ, നമുക്ക് രാവിലെ തന്നെ പോകാം. എന്റെ മൂകാംബി അമ്മ, അവിടെ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നല്ലോ, നന്ദിയുണ്ട്. ഈ ജന്മം മുഴുവൻ തീർത്താലും തീരാത്ത നന്ദിയുണ്ട് അമ്മേ. മഹാമായ ദേവി കാത്തോളെ. ജീവൻ നീ എൻ ശക്തി. അമ്മേ മൂകാംബികെ, എല്ലാരെയും കാത്തിരിക്കണേ. ദേവി ജഗദംബികെ, അമ്മേ മൂകാംബികെ, അവിടത്തോടെ എങ്ങനെ എത്ര നന്ദി പറഞ്ഞാലാ അടിയന്റെ ജന്മം സാർത്ഥകമാവുക? എന്റെ മഹാദേവി, അവിടെ നിന്റെ മോൾക്ക് ആയുസ് നീട്ടിക്കൊടുത്തു. ഇനി ആശുപത്രിയിലെ പരിശോധന കഴിഞ്ഞിട്ടേ അവളുടെ ആരോഗ്യനില എന്താണെന്ന് പറയാൻ കഴിയൂ. എന്റെ പൊന്നുമോളെ ഇനി അമ്മ കാത്തോളണേ മഹാമായേ. ദേവി സർവേശ്വരി, ശിവപ്രിയമോളെ രക്ഷിച്ചതുപോലെ മൂകാംബിക അമ്മേ എന്റെ മണിയെയും കാത്തോണേ. അവന്റെ അസുഖം ഭേദമാക്കി അവന് ദീർഘായുസ് നൽകണമേ. ശിവപ്രിയയ്ക്കും മണിക്കുട്ടനും നല്ല ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ ദേവി. അമ്മേ, നമുക്കിനി വിദ്യാമ്മയെ കാണാം. വാ മോളെ. വാ. വിദ്യാമ്മേ, ദേവിയോട് നല്ലതുപോലെ പ്രാർത്ഥിച്ചല്ലോ മോള്. എന്നെ രക്ഷിച്ച ദേവിയോട് ഞാൻ നന്ദി പറയണ്ടേ വിദ്യാമ്മേ? വിദ്യാമ്മേ, എന്റെ മോളെ ദേവി അനുഗ്രഹിച്ചു. ജാതകത്തിൽ പറഞ്ഞ ആയുഷ്ഭംഗം ഇവള് മറികടന്നെന്നാ എന്റെ വിശ്വാസം. ഇനിയൊക്കെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. പേടിക്കണ്ട തിരുമേനി. മഹാദേവന്റെയും അമ്മ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ ശിവപ്രിയ മോൾക്ക് ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല. ദീർഘായുസുള്ളവളായിരിക്കും. വിദ്യാമ്മയോടും വാസു ഡോക്ടറോടും ദേവൂട്ടിയോടും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. നിങ്ങളുടെയൊക്കെ സഹായവും സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോള്. ഞങ്ങളോട് നന്ദി പറയേണ്ട ഒരു ആവശ്യമില്ല തിരുമേനി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളൊക്കെ സാക്ഷാൽ മൂകാംബിക ദേവി ശിവപ്രിയയ്ക്ക് വേണ്ടി കരുതി വെച്ച നിയോഗങ്ങളാണ്. അതുകൊണ്ട് നന്ദിയും പ്രാർത്ഥനയും ദേവി സമക്ഷത്ത് മാത്രം മതിയാവും. വിദ്യാമ്മേ, ശിവപ്രിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ വിദ്യാമ്മ എന്റെ മോന്റെ അസുഖം ഭേദമാവാനും ദേവിയോട് പ്രാർത്ഥിക്കണം. വിദ്യാമ്മ പ്രാർത്ഥിച്ച അതിന് ഫലം ഉണ്ടാവുമെന്ന് എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. ഇനി വരൂ.